CPIM കണ്ണൂർ ജില്ലാ സമ്മേളനം അതിനിന്ന് സമാപനമാവുകയാണ്. MV ജയരാജൻ തന്നെ സെക്രട്ടറിയായി തുടർന്നേക്കുമല്ലോ അല്ലേ? ഇന്നലെ ഇപ്പൊ മുഖ്യമന്ത്രി ദിവ്യയെ വിമർശിക്കുന്നൊക്കെ നമ്മൾ വിമർശനമായിരുന്നു അത്. പറയൂ സിനോജ്. അതെ, രാജ്യത്ത് തന്നെ ഏറ്റവും സംഘടനാ ബലമുള്ള ജില്ലയാണ്, പാർട്ടി രൂപം കൊണ്ട ജില്ലയാണ്. അവിടെ പാർട്ടി നയിക്കാൻ ആര് വരും, അതിൽ MV ജയരാജൻ തുടരും എന്നൊരു ഉത്തരമാണ് ഇതുവരെ ലഭിക്കുന്നത്. തുടക്കത്തിൽ പല പേരുകളും കേട്ടിരുന്നു, KK രാഗേഷ് അല്ലെങ്കിൽ MV രാജേഷ് തുടങ്ങിയ പേരുകളൊക്കെ തന്നെ കേട്ടിരുന്നു. പക്ഷേ 2019 ജില്ലാ സെക്രട്ടറിയായി വന്ന MV ജയരാജൻ തന്നെ ജില്ലാ സെക്രട്ടറിയെ തുടരും. ടൈം വ്യവസ്ഥ ഇല്ല, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നം ഉണ്ടെന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അറിയാൻ കഴിയുന്നു അദ്ദേഹം തന്നെ തുടരുമെന്നാണ്. 2019 P ജയരാജൻ വടകരയിൽ മത്സരിക്കാൻ പോയ ഘട്ടത്തിലാണ് MV ജയരാജനെ സെക്രട്ടറിയായിട്ട് കൊണ്ടുവരുന്നത്. പക്ഷേ P ജയരാജൻ വടകര തോറ്റിട്ടും അദ്ദേഹത്തിന് സെക്രട്ടറി സ്ഥാനം തിരിച്ചു കൊടുത്തില്ല. അതന്ന് വലിയ വാർത്തയായതാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം MV ജയരാജനും കണ്ണൂരിൽ മത്സരിക്കാൻ വേണ്ടി പോയി, അദ്ദേഹവും പരാജയപ്പെട്ട് മടങ്ങി വന്നു. അന്ന് MV രാജേഷിനാണ് ഈ ആക്ടിംഗ് സെക്രട്ടറി സ്ഥാനം നൽകിയിരുന്നത്. അദ്ദേഹത്തിന് വീണ്ടും മടങ്ങി വന്ന സമയത്ത് MV ജയരാജൻ ആ സീറ്റ് നൽകുകയും ചെയ്തിരുന്നു. ഏതായാലും MV ജയരാജൻ തന്നെ വീണ്ടും ജില്ലാ സെക്രട്ടറിയായി തുടരും എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും വലിയ ചർച്ചകളൊക്കെ തന്നെ നടന്നിരുന്നു. കൂടുതൽ വിവരങ്ങൾ അർജുൻ കല്യാട് വരും മണിക്കൂറിൽ നൽകുകയും ചെയ്യും. അതോടൊപ്പം തന്നെ കൂടുതൽ യുവാക്കളുടെ പ്രാധാന്യം ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് അനുസരി ഉൾപ്പെടെയുള്ള ആളുകൾ, ജില്ലാ DFIയുടെ ജില്ലാ സെക്രട്ടറി സരിൻ ശശി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ജില്ലാ കമ്മിറ്റിയിൽ വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നത്. ഏതായാലും ജില്ലാ കമ്മിറ്റിയും പുതുക്കും. ആ സമയത്ത് കൂടുതൽ പുതുമുഖങ്ങളും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ എത്താനുള്ള സാധ്യതയുമുണ്ട്. യെസ്.